ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. ടോട്ടൽ 2 പ്രോബ്ലം ചെയ്തു. ഇനി ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. നമുക്കത് നോക്കിയാലോ. പേജ് നമ്പർ 13. ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ എടുക്കുക. 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടിയിലൂടെ 3 ആംപിയർ വൈദ്യുതി അരമണിക്കൂർ പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിക്കപ്പെട്ട താപത്തിന്റെ അളവ് എത്രയെന്ന് കണക്കാക്കാം. എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായകമായ സമവാക്യം ഏത്? നിർദ്ധാരണം ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതുക അല്ലേ. വി തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. ദെൻ ഐ ഈസ് ഈക്വൽ ടു 3 ആംപിയർ. ദെൻ ടി ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ അരമണിക്കൂർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ 30 മിനിറ്റ്. 30 × 60 ചെയ്യണം. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ 1800 എന്ന് കിട്ടും. 1800 സെക്കൻഡ്. ദെൻ എച്ച് നമുക്കറിയില്ല. ഓക്കെ. ദെൻ ഇക്വേഷൻ എച്ച് കാണണം. VIT തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എന്തായിരിക്കും? H is equal to VIT. 230 × 3 × 1800 സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 1242000 യൂണിറ്റ് ജൂൾ. ഇതിനെ നമുക്ക് 1242 കിലോ ജൂളിന് എഴുതാം. എച്ചിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമ്മൾ ടോട്ടല് 3 പ്രോബ്ലം ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. എന്നിട്ട് ഇക്വേഷൻസ് ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് പേജ് നമ്പർ 13 തന്നെ ഒരു പട്ടിക 1.3 ടേബിൾ 1.3 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചുവടെ നൽകിയ 2 ഹീറ്ററുകളുടെ വിവരങ്ങൾ ശ്രദ്ധിക്കൂ. ഇവ 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന താപം എത്രയായിരിക്കും? ഹീറ്റർ എ, ഹീറ്റർ ബി, ദെൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം രണ്ടെണ്ണത്തിലും എത്രയാന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ എച്ച് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. H is equal to V square by R into T. അത് വെച്ചിട്ട് അവിടെ എച്ചിൻ്റെ ഇക്വേഷൻ എച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നാമത്തത്, എന്തുകൊണ്ടാണ് പ്രതിരോധം കുറഞ്ഞ ഹീറ്റർ കൂടുതൽ ചൂടായത്? നമുക്കിവിടെ നോക്കിയാൽ ഹീറ്റർ ബിയിലാണ് പ്രതിരോധം കുറവ്. ഇവിടെ നമുക്ക് ഐ കണ്ടുപിടിച്ചാൽ I equal to V/R അല്ലേ. V/R ചെയ്താൽ നമുക്ക് ഇവിടെ 0.5 എന്ന് കിട്ടും. ഹീറ്റർ എയിൽ കറണ്ട് കണ്ടുപിടിച്ചാൽ 0.2 ആംപിയർ എന്ന് കിട്ടും. നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റർ ബിയിലായിരിക്കും കറണ്ട് കൂടുതൽ. സോ നമുക്ക് ആൻസർ എന്താ പറയാം? വൈദ്യുത പ്രവാഹ തീവ്രത കൂടിയതിനാലാണ് പ്രതിരോധം കുറഞ്ഞ ഹീറ്റർ കൂടുതൽ ചൂടായത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിരോധത്തിലെ മാറ്റം ഏതു രീതിയിലാണ് താപത്തെ ഇവിടെ സ്വാധീനിച്ചത്? ആൻസർ എന്തായിരിക്കും? പ്രതിരോധം കൂടുമ്പോൾ താപം കുറയുന്നു. നമുക്ക് ടേബിൾ നോക്കാം. പ്രതിരോധം ഹീറ്റർ എയിൽ കൂടുതലാണ്, അവിടെ താപം കുറവാണ്. ഹീറ്റർ ബിയിൽ പ്രതിരോധം
എത്രയാ 460. ഒന്നാമത്തേനെ അപേക്ഷിച്ചിട്ട് ഇവിടെ പ്രതിരോധം കുറവാണ്. പക്ഷെ നമുക്ക് എച്ച് എത്ര കിട്ടിയത്? എച്ച് 34,500 ജൂളിന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പറയാം പ്രതിരോധം കൂടുമ്പോൾ താപം കുറയുന്നു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റർ എ, ബി എന്നിവയിലെ കറണ്ട് കണ്ടെത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി താരതമ്യം ചെയ്തു നോക്കുക. നമ്മൾ ഇവിടെ കറണ്ട് കണ്ടുപിടിച്ചാൽ ഒന്നാമത്തേതിൽ I = V/R വെച്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.2 ആംപിയർ എന്ന് കിട്ടും. രണ്ടാമത്തേതിൽ I = V/R വെച്ച് ചെയ്താൽ നമുക്ക് 0.5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഹീറ്റർ ബിയിലാണ് കറണ്ട് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും കൂടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിരോധകങ്ങൾ ഒരു സർക്യൂട്ടിലെ കറണ്ടിന് മാറ്റമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും? പ്രതിരോധം കൂടുമ്പോൾ കറണ്ട് കുറയുന്നു. നമുക്ക് നെക്സ്റ്റ് ഇനി എന്താ പഠിക്കാനുള്ളത്? പ്രതിരോധകങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടുകളിൽ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.